ടെക്നിക്കൽ ടേംസ് നോക്കാം. ഈ ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഫിഗറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കേണ്ട കാര്യമില്ല, ഞാൻ പറയുന്നത് കാര്യം നോക്കിയാൽ മതി. ഫിഗർ മാത്രം നോക്കുക, അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നോക്കണ്ട. ഓക്കെ, ആദ്യത്തേതാണ് ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പിൽ കാൽ ചവിട്ടുന്ന ഭാഗമല്ലേ? ഓക്കെ, ഈ കാൽ ചവിട്ടുന്ന ഭാഗത്തിനെയാണ് ത്രെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫൂട്ട് പ്ലേസ് ചെയ്യുന്ന പോർഷനെയാണ്, ആ ഹൊറിസോണ്ടൽ പോർഷനെയാണ് ത്രെഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പാർട്ട് ഓഫ് എ സ്റ്റെപ്പ് ഇൻ വിച്ച് ഫൂട്ട് ഈസ് പ്ലേസ്ഡ്. നമ്മുടെ ഫൂട്ട് ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ സ്റ്റെപ്പിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടേമാണ് റൈസർ. ഓക്കെ, റൈസർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ലടാ, വെർട്ടിക്കൽ മെമ്പർ. അതായത് സ്റ്റെപ്പിൽ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഫൂട്ട് പ്ലേസ് ചെയ്യുന്ന പോർഷൻ നമ്മൾ ത്രെഡ് എന്ന് പറഞ്ഞു. ആ ത്രെഡ് പോർഷൻ കഴിഞ്ഞിട്ട് ഒരു വെർട്ടിക്കൽ പോർഷൻ ഉണ്ടാവും. ഓക്കെ, ഞാൻ വരച്ച് കാണിക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ പോർഷനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. ഈ പോർഷനിലാണ് നമ്മൾ കാല് ചവിട്ടുന്നത്. ഓക്കെ, ആ പോർഷൻ ഹൊറിസോണ്ടൽ പോർഷനെ നമ്മൾ ത്രെഡ് എന്ന് പറഞ്ഞു. ദെൻ ഈ വെർട്ടിക്കൽ പോർഷനിലെ വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? റൈസർ എന്ന് പറയുന്നത്. ഓക്കെ, റൈസർ, RISER, റൈസർ ആണ്. ഓക്കെ, വെർട്ടിക്കൽ മെമ്പർ ഏതെന്ന് ചോദിച്ചാൽ റൈസർ, വെർട്ടിക്കൽ മെമ്പർ റൈസർ. ഞാൻ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, പിന്നീട് താഴോട്ട് വരുമ്പോൾ റൈസ് എന്നൊരു ടേം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. റൈസ് എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റൈസ് എന്ന് പറയുന്നത്. സോ ഈ റൈസറും റൈസും തമ്മിൽ മാറിപ്പോകല്. അത് ഓർമ്മിക്കാനായിട്ട് ഈ വെർട്ടിക്കൽ മെമ്പറിലെ ഇറുണ്ടല്ലോ, R, അത് റൈസറിലും ഉണ്ട്. ഓക്കെ, മെമ്പർ ഏതെന്ന് ചോദിച്ചാൽ റൈസർ, വെർട്ടിക്കൽ മെമ്പർ ഏതെന്ന് ചോദിച്ചാൽ റൈസർ. ഓക്കെ, അപ്പോൾ റൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ മെമ്പർ ബിറ്റ്വീൻ ടു ത്രെഡ്. ഇതൊരു ത്രെഡാണ്, ഇതൊരു ത്രെഡാണ്. ഈ രണ്ട് ത്രെഡിനും ഇടയിലുള്ള വെർട്ടിക്കൽ മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? റൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് സ്റ്റെപ്പ്. അപ്പോൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ത്രെഡിൻ്റെയും റൈസറിൻ്റെയും ഒരു കോമ്പിനേഷനാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൈസർ എന്ന് പഠിച്ചു, നമ്മൾ ത്രെഡ് എന്ന് പഠിച്ചു. ഈ ത്രെഡിൻ്റെയും റൈസറിൻ്റെയും കോമ്പിനേഷനെയാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഫ്ലയർ. നമുക്ക് ഇപ്പോൾ ഈ ഫിഗറിൽ കണ്ടാൽ അറിയാം, റെക്റ്റാങ്കുലർ സ്റ്റെപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, യൂണിഫോം ഷേപ്പാണ്. സോ ഫ്ലയർ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ സ്റ്റെപ്പ് അറ്റ് യൂണിഫോം ഷേപ്പ് ആൻഡ് സൈസ്. റെക്റ്റാങ്കുലർ സ്റ്റെപ്പ് അറ്റ് യൂണിഫോം സൈസ് ആൻഡ് ഷേപ്പ്. യൂണിഫോം ഷേപ്പുള്ള അല്ലെങ്കിൽ യൂണിഫോം സൈസുള്ള റെക്റ്റാങ്കുലർ സ്റ്റെപ്പിനെയാണ് ഫ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫിഗർ നോക്കിയാൽ അറിയാം, റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നത്, യൂണിഫോം ഷേപ്പാണ്, എല്ലാ സ്റ്റെപ്പും യൂണിഫോം ഷേപ്പ് ആൻഡ് സൈസാണ്. സോ ആ റെക്റ്റാങ്കുലർ സ്റ്റെപ്പിനെ നമ്മൾ ഫ്ലയർ എന്ന് പറയുന്നു. ദെൻ അടുത്ത ടേമാണ് ഫ്ലൈറ്റ്. ഓക്കെ, ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് സ്റ്റെപ്പ് വിത്തൗട്ട് എനി പ്ലാറ്റ്ഫോം. ഓക്കെ, സീരീസ് ഓഫ് സ്റ്റെപ്പ് വിത്തൗട്ട് എനി പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സീരീസ് ഓഫ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതായത് ഇത് മുതൽ ഇതുവരെ. ഓക്കെ, ഇത് മുതൽ ഇതുവരെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് മുതൽ ഈ സ്റ്റെപ്പ് വരെയാണ് ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റെപ്പ് മുതൽ ഈ സ്റ്റെപ്പ് വരെയാണ് അടുത്ത ഫ്ലൈറ്റ് എന്ന് പറയുന്നതും. ഇതാണ് ലാൻഡിങ് അല്ലേ? ലാൻഡിങ് നമുക്കറിയാം, ലാൻഡിങ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നു. നമ്മൾ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഈ ലാൻഡിങ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അതാണ് പറയുന്നത് സീരീസ് ഓഫ് സ്റ്റെപ്പ് വിത്തൗട്ട് എനി പ്ലാറ്റ്ഫോം ഓർ ലാൻഡിങ്. പ്ലാറ്റ്ഫോമോ ലാൻഡിങ്ങോ ഇല്ലാത്ത സീരീസ് ഓഫ് സ്റ്റെപ്പിനെയാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ ഈ സ്റ്റെപ്പ് മുതൽ ഇതുവരെയുള്ളതിനെയാണ് ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഈ സ്റ്റെപ്പ് മുതൽ ഈ സ്റ്റെപ്പ് വരെയുള്ളതിന് ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നു. ഈ ലാൻഡിങ് എന്ന പോർഷൻ നമ്മൾ ഫ്ലൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ ഫ്ലൈറ്റായി. ദെൻ അടുത്ത് നമ്മൾ ലാൻഡിങ് പറഞ്ഞു. ലാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാറ്റ്ഫോം പ്രൊവൈഡഡ് ബിഗിനിങ് ദ ഫ്ലൈറ്റ്. ഒരു ഫ്ലൈറ്റ് തുടങ്ങുമ്പോഴോ, ഓക്കെ, ഈ ഫ്ലൈറ്റ് ഇത്രയും ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. ഈ ഫ്ലൈറ്റ് തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു ലാൻഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു അല്ലേ? ഒരു ലാൻഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഈ ഫ്ലൈറ്റ് ഇത്രയും ഒരു ഫ്ലൈറ്റാണ്. ഈ ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മളൊരു ലാൻഡിങ് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ഒരു ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് മുൻപ് നമ്മളൊരു ലാൻഡിങ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ ഈ സ്റ്റെപ്പ് വഴി നമ്മളിങ്ങനെ കയറി വന്നിട്ട് ഈ ലാൻഡിങ്ങിൽ കയറിയതിന് ശേഷമാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് അടുത്ത ഫ്ലൈറ്റിലോട്ട് പോയതല്ലേ?
സോ നമുക്ക് ഫ്ലൈറ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും യൂസ് ചെയ്യാം. ഓക്കെ, യൂസ്ഡ് ഫോർ ചേഞ്ചിങ് ഡയറക്ഷൻ അറ്റ് എ ഫ്ലൈറ്റ്. ഒരു ഫ്ലൈറ്റിൽ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിലോട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും നമുക്ക് ലാൻഡിങ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അതാണ് ലാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയുന്നതാ. ലാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡിങ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ബിഗിനിങ് ദ ഫ്ലൈറ്റ്. ഒരു ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലാൻഡിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫ്ലൈറ്റിലേക്കുള്ള ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും നമുക്ക് ലാൻഡിങ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത ടേമാണ് നോസിങ്. നോസിങ് എന്ന് പറഞ്ഞാൽ ഔട്ടർ പ്രൊജക്റ്റിംഗ് പാർട്ട് ഓഫ് ത്രെഡ്. നമ്മൾ ത്രെഡ് പഠിച്ചു. ഇതാണ് ത്രെഡ്. ഓക്കെ, ഇത് സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ത്രെഡ്. ഈ ഹൊറിസോണ്ടൽ പോർഷനെയാണ് ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ത്രെഡിൽ നിന്ന് കുറച്ച് പോർഷൻ നമ്മൾ സ്റ്റെയർ നോക്കിയാൽ അറിയാം, ഇങ്ങനെ കുറച്ച് പോർഷൻ ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, ഇവിടെ വരച്ചു കഴിഞ്ഞാൽ കുറച്ച് പോർഷൻ ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്ട് അല്ലെങ്കിൽ പോർഷനെയാണ് നമ്മൾ നോസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നോസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഔട്ടർ പ്രൊജക്റ്റിംഗ് പാർട്ട് ഓഫ് ത്രെഡിൽ നിന്ന് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോർഷനെയാണ് നമ്മൾ നോസിങ് എന്ന് പറയുന്നത്. അതിനൊരു ഫിഗർ കാണിച്ചു തരാനായിട്ടാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാകൂടാ. ഇവിടെ ഇത്രയും പോർഷനാണ് ഇവിടെ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ത്രെഡ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇത്രയും പോർഷനാണ് നമ്മൾ നോസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നോസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നോസിങ് പറഞ്ഞു. ദെൻ അടുത്ത ടേമാണ് ഗോയിങ് എന്ന് പറഞ്ഞാൽ വിത്ത് അറ്റ് ദ ത്രെഡ് ബിറ്റ്വീൻ ടു സക്സസീവ് റൈൽസ്. അത് ഇപ്പോൾ കാണിച്ച ഫിഗറിൽ ഉള്ളത് തന്നെയാണ് ഗോയിങ് എന്ന് പറയുന്നത്. ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് അറ്റ് ദ ത്രെഡ് ബിറ്റ്വീൻ ടു സക്സസീവ് റൈസർ. ഓക്കെ, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു റൈസറാണ് അല്ലേ? ഓക്കെ, ഇതൊരു റൈസറാണ്, ഇതും ഒരു റൈസറാണ്. ഈ റൈസറിന് ഇടയിലുള്ള ബിറ്റ്വീനായിട്ട് വരുന്ന ത്രെഡിൻ്റെ വിഡ്ത്തിനെയാണ് ഗോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പോർഷനെയാണ് നമ്മൾ ഗോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോയിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണടാ? വിത്ത് അറ്റ് ദ ത്രെഡ് ബിറ്റ്വീൻ ടു സക്സസീവ് റൈസർ. ഓക്കെ, റൈസറിന് ഇടയിലുള്ള അടുത്തടുത്ത രണ്ട് റൈസറിന് ഇടയിലുള്ള ത്രെഡിൻ്റെ വിഡ്ത്തിനെയാണ് നമ്മൾ ഗോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോയിങ്. ദെൻ അടുത്ത ടേമാണ് ഞാൻ നേരത്തെ പറഞ്ഞ റൈസ് എന്ന് പറയുന്നത്. റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അപ്പർ ഫേസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് സ്റ്റെപ്പ്. അതായത് ഇതൊരു സ്റ്റെപ്പ്. ഓക്കെ, ഇതൊരു സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൻ്റെ അപ്പർ ഫേസുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നത്? റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പർ ഫേസുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പർ ഫേസുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് റൈസ് എന്ന് പറയുന്നത്. അതെങ്ങനത്തെ സ്റ്റെപ്പിൻ്റെ ആയിരിക്കും? കോൺസിക്യൂട്ടീവ്, അടുത്തടുത്തുള്ള സ്റ്റെപ്പിൻ്റെ ആയിരിക്കും. ഓക്കെ, അടുത്തടുത്തുള്ള സ്റ്റെപ്പിൻ്റെ അപ്പർ ഫേസുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നതാ? റൈസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഇപ്പോൾ പഠിച്ചത് അത്രയും. ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാല് ചവിട്ടുന്ന പോർഷൻ, അതായത് സ്റ്റെപ്പിൻ്റെ ഹൊറിസോണ്ടൽ പോർഷനിലാണ് നമ്മൾ കാല് ചവിട്ടുന്നത്. ആ പോർഷനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. ദെൻ റൈസർ എന്ന് പറഞ്ഞാൽ ത്രെഡ് കഴിഞ്ഞിട്ട് വെർട്ടിക്കലായിട്ട് വരുന്ന മെമ്പറിനെയാണ് നമ്മൾ റൈസർ എന്ന് പറയുന്നത്. ദെൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ത്രെഡിൻ്റെയും റൈസറിൻ്റെയും കോമ്പിനേഷനെയാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ഫ്ലയർ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ സ്റ്റെപ്പ്. എങ്ങനത്തെ റെക്റ്റാങ്കുലർ സ്റ്റെപ്പ്? യൂണിഫോം ഷേപ്പ് ആൻഡ് സൈസിലുള്ള റെക്റ്റാങ്കുലർ സ്റ്റെപ്പിനെയാണ് നമ്മൾ ഫ്ലയർ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഫ്ലൈറ്റ്. ലാൻഡിങ് ഉൾപ്പെടാത്ത സീരീസ് ഓഫ് സ്റ്റെപ്പിനെയാണ്. ഓക്കെ, ലാൻഡിങ് ഉൾപ്പെടാത്ത സീരീസ് ഓഫ് സ്റ്റെപ്പിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ലാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ലാൻഡിങ് എന്ന് പറയുന്നത്. ഈ ലാൻഡിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഫ്ലൈറ്റിലേക്കുള്ള ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ലാൻഡിങ് യൂസ് ചെയ്യാം. ദെൻ അടുത്തതാണ് നോസിങ് എന്ന് പറഞ്ഞാൽ ത്രെഡിൻ്റെ പോർഷൻ, ത്രെഡ് കഴിഞ്ഞിട്ട് ത്രെഡിൽ നിന്ന് പുറത്തേക്ക് ഔട്ടർ പ്രൊജക്ഷനാണ്. ത്രെഡിൽ നിന്ന് വരുന്ന ഔട്ടർ പ്രൊജക്ഷനെയാണ് നമ്മൾ നോസിങ് എന്ന് പറയുന്നത്. ദെൻ ഗോയിങ് എന്ന് പറഞ്ഞാൽ രണ്ട് സക്സസീവ് റൈസറിന് ഇടയിലുള്ള ത്രെഡിൻ്റെ വിഡ്ത്തിനെയാണ് ഗോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് സക്സസീവ് റൈസറിന് ഇടയിലുള്ള ത്രെഡിൻ്റെ വിഡ്ത്തിനെയാണ് നമ്മൾ ഗോയിങ് എന്ന് പറയുന്നത്. ദെൻ റൈസ് എന്ന് പറഞ്ഞാൽ ആ വെർട്ടിക്കൽ, നമ്മൾ റൈസർ പറഞ്ഞല്ലോ, ആ റൈസറിൻ്റെ
വെർട്ടിക്കൽ ഡിസ്റ്റൻസിനാണ്, ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാടാ, അടുത്തത് ടൈമാണ് ബാലുസ്റ്റർ. ഓക്കെ, ബാലുസ്റ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഒരു ഫിഗർ നിങ്ങൾ കണ്ടറിയും. ഓക്കെ, ഞാനിത് ഡോട്ട് ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ബാലുസ്റ്റർ എന്ന് പറയുന്നത്. ഈ ബാലുസ്റ്ററിൽ എന്തോന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു? ഹാൻഡ് റെയിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ബാലുസ്റ്ററിൽ ഹാൻഡ് റെയിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാടാ, ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ബാലുസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബാലുസ്റ്ററിലാണ്, ഇതാണ് ഹാൻഡ് റെയിൽ. ഈ ഹാൻഡ് റെയിൽ എന്തോന്നിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ബാലുസ്റ്ററിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ബാലുസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വെർട്ടിക്കൽ മെമ്പർ സപ്പോർട്ടിങ് ദ ഹാൻഡ് റെയിൽ. ഹാൻഡ് റെയിലിനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറിനെയാണ് ബാലുസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ ഈ ഹാൻഡ് റെയിലും ബാലുസ്റ്ററും ചേർന്ന കമ്പൈൻഡ് ഫ്രെയിം വർക്കിനെ നമ്മൾ ബാരിസ്റ്റർ അല്ലെങ്കിൽ ബാലുസ്ട്രേഡ് എന്ന് പറയുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു, കമ്പൈൻഡ് ഫ്രെയിം വർക്ക് ഓഫ് ബാലുസ്റ്റർ ആൻഡ് ഹാൻഡ് റെയിൽ നോൺ ആസ് ബാരിസ്റ്റർ ഓർ ബാലുസ്ട്രേഡ്. ബാരിസ്റ്റർ അല്ലെങ്കിൽ ബാലുസ്ട്രേഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ ബാലുസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്ട, ഹാൻഡ് റെയിലിനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറിനെയാണ് ബാലുസ്റ്റർ എന്ന് പറയുന്നത്. ഈ ബാലുസ്റ്ററും ഹാൻഡ് റെയിലും ചേർന്ന കമ്പൈൻഡ് ഫ്രെയിം വർക്കിനെ ബാരിസ്റ്റർ അല്ലെങ്കിൽ ബാലുസ്ട്രൈഡ് എന്ന് പറയുന്നു. ഓക്കെ, അവിടെ സ്പെല്ലിംഗ് മാറിപ്പോകരുത്, അത് ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഓക്കെ, ദെൻ അടുത്തതാണ് ഹാൻഡ് റെയിൽ. ഹാൻഡ് റെയിൽ നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. ഹാൻഡ് റെയിൽ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്ത്, അതായത് കൈ പിടിച്ച് നമുക്ക് സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇൻക്ലൈൻഡ് പ്രൊട്ടക്റ്റീവ് ബാർ പ്ലേസ്ഡ് അറ്റ് എ കൺവീനിയൻറ്റ് ഹൈറ്റ് എബവ് ദ സ്റ്റെയർ ഫോർ ഹാൻഡ് ഹോൾഡ്. ഹാൻഡ് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരു കൺവീനിയൻറ്റ് ഹൈറ്റ്, അതായത് നമ്മളിപ്പോൾ തീരെ ഹൈറ്റ് കുറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഒരു കൺവീനിയൻറ്റ് ഹൈറ്റിലായിരിക്കും ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻക്ലൈൻഡ് മെമ്പർ ആയിരിക്കും അത്, നമുക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്ത് സ്റ്റെപ്പിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടൈമുണ്ട് വൈൻഡർ. ഓക്കെ, വൈൻഡർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഫിഗർ നിങ്ങൾക്ക് കണ്ടറിയാം. വൈൻഡർ എന്ന് പറഞ്ഞാൽ ടേപ്പേഡ് സ്റ്റെപ്പ് യൂസ്ഡ് ഫോർ ചേഞ്ചിങ് ഡയറക്ഷൻ ഓഫ് ഫ്ലൈറ്റ്. അതായത് നമ്മൾ നേരത്തെ കണ്ട, അതായത് ഈ സ്റ്റെപ്പിൽ, ഓക്കെ, ഈ സ്റ്റെയറിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ സ്റ്റെയറിൽ ലാൻഡിങ് കൊടുത്തിട്ടുണ്ടല്ലോ, ലാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുവഴിയാണ് ഈ ഒരു ഫ്ലൈറ്റിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിലേക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി ഈ ലാൻഡിങ്ങിൻ്റെ പകരം, ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ലാൻഡിങ്ങിന് പകരം നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ ലാൻഡിങ്ങിന് പകരം ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊരു പ്രത്യേക ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, അതായത് ഇവിടെ വീതി കൂടുതലും ഇങ്ങോട്ട് വരുന്നതോറും വീതി കുറഞ്ഞുമാണ് വരുന്നത്. ആ ഒരു ഷേപ്പിനെയാണ് ടേപ്പർ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബൈൻഡർ എന്ന് പറയാൻ മറ്റൊന്നുമില്ല, ടേപ്പറിങ് സ്റ്റെപ്പ് യൂസ്ഡ് ഫോർ ചേഞ്ചിങ് ഡയറക്ഷൻ ഓഫ് ഫ്ലൈറ്റ്. നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ സ്റ്റെയറിൽ ലാൻഡിങ് എന്തിനാണ് കൊടുത്തിരുന്നത്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കൊടുത്തിരുന്നു. സോ ഈ സ്റ്റെപ്പിൽ, അതായത് വൈൻഡർ വരുമ്പോൾ ലാൻഡിങ്ങിന് പകരം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡിങ്ങിൻ്റെ ഭാഗത്ത് സ്റ്റെപ്പായിട്ട് കൊടുക്കും. ഓക്കെ, ലാൻഡിങ്ങിൻ്റെ ഭാഗത്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പിൻ്റെ മോഡലിൽ തന്നെ കൊടുക്കും. ആ സ്റ്റെപ്പ് ഏത് ഷേപ്പായിരിക്കും? ടേപ്പറിങ് ഷേപ്പായിരിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഇവിടെ വീതി കൂടുതലും ഇങ്ങോട്ട് വരുന്നതോറും വീതി കുറവായിരിക്കും. സോ അതാണ് ടേപ്പറിങ് ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈൻഡർ എന്ന് പറഞ്ഞാൽ ടേപ്പറിങ് സ്റ്റെപ്സ് യൂസ്ഡ് ഫോർ ചേഞ്ചിങ് ഡയറക്ഷൻ ഓഫ് ഫ്ലൈറ്റ്. ഒരു ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ടേപ്പറിങ് ഷേപ്പിൽ ഒരു സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് എന്തോന്ന് പറയുന്നത്? വൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ്ങർ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ്ങർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ലടാ, ഇൻക്ലൈൻഡ് സ്ലോപ്പിംഗ് മെമ്പർ വിച്ച് സപ്പോർട്ട് ദ സ്റ്റെപ്പ് ഇൻ സ്റ്റെയർ. ഓക്കെ, അതായത് ഇതിപ്പോൾ ഒരു സ്റ്റെപ്പ് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. നമ്മൾ സ്റ്റെപ്പിൻ്റെ അടിയിൽ ഒരു സ്ലാബ് കൊടുക്കൂലേ? ഓക്കെ, ഒരു സ്ലാബ് കൊടുക്കും. ആ സ്ലാബിനെയാണ് സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ്ങർ എന്ന് പറയുന്നത്. ഇതാണ് ഇൻക്ലൈൻഡ്. ഇത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? ഇൻക്ലൈൻഡ് സ്ലോപ്പിംഗ് മെമ്പറാണ് വിച്ച് സപ്പോർട്ട് ദ സ്റ്റെപ്പ് ഇൻ സ്റ്റെയർ. ഇത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ആ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ലോപ്പിംഗ് മെമ്പറിനെയാണ് നമ്മൾ സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ്ങർ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ്ങർ എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് സ്ലോപ്പിംഗ്, ആ ഒരു സ്ലാബിനെയാണ്
കേട്ടോ. ഈ ഒരു സ്ലാബിനെയാണ് സ്ട്രിങ്ങർ അല്ലെങ്കിൽ സ്ട്രിങ് എന്ന് പറയുന്നത്. അതാണ് സ്റ്റെപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടേമാണ് ന്യൂവൽ പോസ്റ്റ്. ഓക്കെ, ന്യൂവൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂവൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പോസ്റ്റ് പ്ലേസ്ഡ് അറ്റ് ദ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഓഫ് എ ഫ്ലൈറ്റ് ഫോർ സപ്പോർട്ടിങ് ഹാൻഡ് റെയിൽ. നമ്മൾ നേരത്തെ ബാലിസ്റ്റർ എന്തോന്ന് പഠിച്ചു? ഹാൻഡ് റെയിലിനെ സപ്പോർട്ട് ചെയ്ത വെർട്ടിക്കൽ മെമ്പറിനെയാണ് ബാലിസ്റ്റർ എന്ന് പറഞ്ഞു. ഇനി ന്യൂവൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ന്യൂവൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ, ഓക്കെ, ഒരു ഫ്ലൈറ്റ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയും നമ്മളൊരു ന്യൂവൽ പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കണ്ടാൽ അറിയാം, ഇതാണ് ഒരു ന്യൂവൽ പോസ്റ്റ്. ദെൻ അടുത്ത ന്യൂവൽ പോസ്റ്റ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ന്യൂവൽ പോസ്റ്റാണ്. ഓക്കെ, അതായത് ഒരു ഫ്ലൈറ്റ് ഇവിടെയാണ് ഈ ഒരു ഫ്ലൈറ്റ് തുടങ്ങിയത്. സോ ഇവിടെ ഒരു ന്യൂവൽ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ ഫ്ലൈറ്റ് എൻഡ് ചെയ്തു. സോ ഇവിടെയും ഒരു ഫ്ലൈറ്റ് എൻഡ് ചെയ്തത് കൊണ്ട് അവിടെയും ഒരു ന്യൂവൽ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇപ്പം ന്യൂവൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലൈറ്റിൻ്റെ എൻഡിലോ സ്റ്റാർട്ടിങ്ങിലോ കൊടുക്കുന്ന ഒരു വെർട്ടിക്കൽ പോസ്റ്റിനെയാണ് ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അതും നമുക്ക് എന്താണ്? ഹാൻഡ് റെയിലിന് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പക്ഷേ ഹാൻഡ് റെയിലിനെ ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? ബാലിസ്റ്റർ ആണ് ആൻസർ. ഓക്കെ, ന്യൂവൽ പോസ്റ്റ് ഹാൻഡ് റെയിലിനെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹാൻഡ് റെയിൽ ഈസ് ഡയറക്റ്റ്ലി, നമുക്ക് ആ ഫിഗർ കണ്ടറിയാം, ഹാൻഡ് റെയിലിനെ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? ബാലിസ്റ്റർ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. സോ ഹാൻഡ് റെയിൽ ഈസ് ഡയറക്ട്ലി സപ്പോർട്ടഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഏതാണ്? ബാലിസ്റ്റർ ആണ് ആൻസർ. ഓക്കെ, ബാലിസ്റ്റർ ആണ് ആൻസർ. ദെൻ അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ന്യൂവൽ പോസ്റ്റ് നമ്മൾ പറഞ്ഞാൽ ന്യൂവൽ പോസ്റ്റ് എന്താണ്? വെർട്ടിക്കൽ പോസ്റ്റ് പ്ലേസ്ഡ് അറ്റ് ദ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഓഫ് എ ഫ്ലൈറ്റ് ഫോർ സപ്പോർട്ടിങ് ഹാൻഡ് റെയിൽ. അതാണ് നമ്മൾ ന്യൂവൽ പോസ്റ്റ് എന്ന് പറയും. ദെൻ അടുത്ത ടേമാണ് റൺ. റൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സ്റ്റെയറിൻ്റെ പ്ലാൻ എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഓക്കെ, ഇതൊരു സ്റ്റെപ്പ് എന്ന് സങ്കല്പിക്കുക. ഈ സ്റ്റെപ്പിനെ നമ്മളിപ്പം ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഈ ഒരു സ്റ്റെപ്പിനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ റൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും അല്ലടാ, ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് മീൻസ് ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഇല്ലേ, ഓക്കെ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ, ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം എടുത്തു. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസിന് നമ്മൾ A1 എന്ന് എടുത്തു. ദെൻ അടുത്ത് ഇത്രയും ഡിസ്റ്റൻസിന് എടുക്കുന്നു, അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ A2 എന്നെടുക്കുന്നു. ഓക്കെ, സോ അപ്പോൾ റൺ എന്ന് പറയുന്നത് A1 പ്ലസ് A2വിനെയാണ് നമ്മൾ റൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്റ്റെയർ ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലൂഡ് ലാൻഡിങ് ഉൾപ്പെടെ, ലാൻഡിങ്ങിന് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സ്റ്റെയറിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കുന്നതിനെയാണ് റൺ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാടാ. ഇതൊരു സ്റ്റെയർ എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതൊരു സ്റ്റെയർ ആണ്. ഓക്കെ, നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. അതായത് ഞാൻ ഈ ഹേച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ അത്രയും ഡിസ്റ്റൻസ് നമ്മൾ A1 എന്നെടുത്ത്. A1 എന്നോ R എന്നോ എങ്ങനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ഈ റെഡ് ഇട്ട് ഹേച്ച് അല്ലെങ്കിൽ ഇത്രയും പോർഷൻ, ഈ റെഡ് ഇട്ട് വരച്ചിരിക്കുന്ന ഇത്രയും പോർഷൻ്റെ ലെങ്ത് നമ്മൾ A1 എന്നെടുത്തു. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ, ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയും ഉൾപ്പെടുന്നതാണ് ഈ സ്റ്റെപ്പല്ലേ. സോ ഈ ഇത്രയും പോർഷനായ ലാൻഡിങ്ങിൻ്റെ ലെങ്ത് നമ്മൾ ഈ A1 കൂടെ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇത്രയും പോർഷൻ, അതായത് ഈ ലാൻഡിങ്ങിൻ്റെ ലെങ്ത് നമ്മൾ ഈ A1 കൂടെ എടുത്തു കഴിഞ്ഞു. സോ വീണ്ടും നമ്മൾ ഇവിടുത്തെ ലെങ്ത് എടുക്കുമ്പോൾ, ഓക്കെ, ഇവിടുത്തെ ലെങ്ത് എടുക്കുമ്പോൾ ഈ ലാൻഡ് ഇത് മുതൽ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് മുതൽ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ ഈ ലാൻഡിങ്ങിൻ്റെ ലെങ്ത് കൂടുതലായിട്ട് വരുമല്ലേ ഇവിടെ. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ A2 എടുക്കുമ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നത്. ഓക്കെ, ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അതിനാണ് ഇത്രയാണ് A2 എന്ന് പറഞ്ഞെടുക്കുന്നത്. സോ റൺ എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 ആയിരിക്കും. സോ വേറൊരു ഐഡിയയിൽ കൂടെ ഞാൻ പറഞ്ഞു വരാം. ഓക്കെ, ഇവിടെ 1 2 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ലാൻഡിങ് ഉണ്ട്. ഇവിടെ ലാൻഡിങ് കഴിഞ്ഞിട്ട് 1 2 3 4 സ്റ്റെപ്പ് ഉണ്ട്. ഒരു സ്റ്റെയർ ആണ് സങ്കല്പിക്കുക. ഇതിൻ്റെ നമ്മൾ റൺ എടുക്കുമ്പോൾ ടോട്ടൽ ലെന്താണ് എടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഇതിൻ്റെ റൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും ഇവിടെ. അതായത് ഇതിനെ നമ്മൾ ഫുള്ള് സ്ട്രെയിറ്റ് ആക്കി വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു
90 ഡിഗ്രി മാറ്റി, ഈ ഒരു 90 ഡിഗ്രി മാറ്റി ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇവിടെ 1 2 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഒരു ലാൻഡിങ് വരുന്നത് അല്ലേ? 1 ഇതൊരു 1 ഇത് 1 2 3 ഓക്കെ. 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ലാൻഡിങ് വരച്ചു. ഇതാണ് ലാൻഡിങ്. ദെൻ ഇവിടെ ഈ ലാൻഡിങ് കഴിഞ്ഞാൽ എത്ര ഉണ്ട്? 1 2 3 4 സ്റ്റെപ്പ് ഉണ്ട്. സോ 1 2 3 4 സ്റ്റെപ്പ് വരച്ചു. സോ ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്തിനെയാണ്, ഓക്കെ, ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ റൺ എന്ന് പറയുന്നത്. ഓക്കെ, റൺ എന്ന് പറയുന്നത് ഇപ്പം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഒരു റൺ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെയറിൻ്റെ ടോട്ടൽ ലെങ്തിനെയാണ് പറയുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ അതായത് ലാൻഡിങ് ഉൾപ്പെടെ സ്റ്റെയറിൻ്റെ ടോട്ടൽ ലെങ്തിനെയാണ് നമ്മൾ റൺ എന്ന് പറയുന്നത്. ഓക്കെ, ലാൻഡിങ് ഉൾപ്പെടെ സ്റ്റെയറിൻ്റെ ടോട്ടൽ ലെങ്തിനെയാണ് റൺ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് അവിടുത്തെ കാര്യം. ദെൻ അടുത്തതാണ് സോഫിറ്റ്. സോഫിറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ ആർട്സിലും പഠിച്ചതാണല്ലേ സോഫിറ്റ്. സോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ സർഫേസ് ഓഫ് സ്റ്റെയറിനെയാണ് സോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർ സർഫേസ് ഓഫ് സ്റ്റെയറിനെയാണ് സോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടൈമാണ് പിച്ച്. പിച്ച് അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ദ ഇൻക്ലിനേഷൻ ഓഫ് ദ സ്റ്റെയർ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ്, ഓക്കെ, ഈ സ്റ്റെപ്പിൻ്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിളിലെ ഈ ആംഗിളിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിച്ച് അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ദ ഇൻക്ലിനേഷൻ ഓഫ് ദ സ്റ്റെയർ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. ദെൻ അടുത്തൊരു സെൻറ്റൻസ് പറയുന്നത് ദ ആംഗിൾ വിത്ത് വിച്ച് ദ ലൈൻ ഓഫ് നോസിങ് ഓഫ് ദ സ്റ്റെയർ മേക്ക് വിത്ത് ദ ഹൊറിസോണ്ടൽ. അതായത് നമ്മൾ നോസിങ് പഠിച്ചു. നോസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോസിങ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതൊരു സ്റ്റെപ്പാണെങ്കിൽ നമ്മൾ നോസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രെഡിൽ നിന്ന് കുറച്ച് പോർഷൻ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതിനാണ് നോസിങ് എന്ന് പറയും അല്ലേ? ഈ നോസിങ്ങിന് നമ്മൾ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ഇൻക്ലൈൻഡ് ലൈനും സ്റ്റെയറിൻ്റെ ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമുക്ക് എന്തോന്ന് പറയാം? പിച്ച് എന്ന് പറയാം. ഓക്കെ, നോസിങ്ങിനെ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇൻക്ലൈൻഡ് ലൈനും സ്റ്റെയറിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയും നമുക്കവിടെ പിച്ച് എന്ന് പറയാം. കാരണം ഇത് രണ്ടും സെയിം ആയിരിക്കും. കാരണം എന്തായിരിക്കും? ഈ നോസിങ്ങിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനും ഇവിടുത്തെ ഇൻക്ലൈൻഡ് ലൈനും പാരലൽ ആയിരിക്കും. സോ ആ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് അവിടുത്തെ കാര്യം. ഓക്കെ, ദെൻ അടുത്തതാണ് ഹെഡ് റൂം. ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, മിനിമം ക്ലിയർ ഹൈറ്റ് ഫ്രം എ ത്രെഡ് ടു ഓവർ ഹെഡ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ത്രെഡ് മുതൽ, ഓക്കെ, ഈ ത്രെഡ് മുതൽ ത്രെഡിന് മുകളിലുള്ള ഓവർ ഹെഡ് കൺസ്ട്രക്ഷൻ വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനാണ് മിനിമം ക്ലിയർ ഹൈറ്റ് ഫ്രം എ ത്രെഡ് ടു ഓവർ ഹെഡ് കൺസ്ട്രക്ഷൻ. അതായത് ഇപ്പം ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഹൊറിസോണ്ടൽ റൂഫ് സ്ട്രക്ചർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. സോ ഈ സ്റ്റെപ്പിൽ കൂടെ ഒരാൾ കയറി പോകുമ്പോൾ അയാളുടെ തല തട്ടാതിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് തട്ടാതിരിക്കും എന്ന് എത്തുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിനെയാണ് മിനിമം ക്ലിയർ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മിക്ക വീട്ടുകളിലും അങ്ങനെ ഒരു പോയിന്റ് കാണത്തില്ല. മീൻസ് നല്ല ഒരു ക്ലിയർ ഹൈറ്റ് കൊടുത്തിട്ടായിരിക്കും നമ്മളവിടെ സ്റ്റെയർ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ചില കണ്ടീഷൻസിൽ ഒരു ആളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില വീടുകളിൽ പോയി കഴിഞ്ഞത് കാണാൻ പറ്റും. ആ ഒരു സ്റ്റെപ്പിൽ കൂടെ ഒരാൾ കയറി പോകുമ്പോൾ മേളത്തെ റൂഫിൽ തല തട്ടില്ല എന്നൊരു കണ്ടീഷനിലായിരിക്കും പോകുന്നത്. ഓക്കെ, ആ ഒരു മിനിമം ഹൈറ്റിനെയാണ്, ഓക്കെ, ആ ഒരു മിനിമം ഹൈറ്റിനെയാണ് എന്തോന്ന് പറയുന്നത്? ഹെഡ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം ക്ലിയർ ഹൈറ്റ് ഫ്രം എ ത്രെഡ് ടു ഓവർ ഹെഡ് കൺസ്ട്രക്ഷൻ. ത്രെഡ് മുതൽ ഓവർ ഹെഡ് കൺസ്ട്രക്ഷൻ വരെയുള്ള മിനിമം ഹൈറ്റിനെയാണ് എന്തോന്ന് പറയുന്നത്? ഹെഡ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് സ്കോഷ്യ. ഓക്കെ, സ്കോഷ്യ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അഡീഷണൽ ഫിനിഷ് ഓർ മൗൾഡിങ് ടു നോസിങ് ടു ഇംപ്രൂവ് ദ എലിവേഷൻ ആൻഡ് പ്രൊവൈഡിങ് സ്ട്രെങ്ത് ഓൺ ദ നോസ്. അതായത് നമ്മൾ നോസിങ് എന്ന ടൈം പഠിച്ചു. എന്താണ് ഈ ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോസിങ് എന്ന് പറഞ്ഞാൽ ത്രെഡിൽ നിന്ന് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോർഷനാണ് നമ്മൾ നോസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോസിങ്ങും ഗോയിങ്ങും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ നോസിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാൻഡിലിവർ പ്രൊജക്ഷൻ പോലെയാണ് നിൽക്കുന്നത്. ഓക്കെ, കാൻഡിലിവർ പ്രൊജക്ഷൻ പോലെയാണ് നിൽക്കുന്നത്. സോ ആ നോസിങ്ങിന് അടിയിൽ ഒരു സപ്പോർട്ടായിട്ട് ഒരു മെമ്പർ കൊടുത്തു. ഓക്കെ, ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഫിഗറിൽ കാണാം നോസിങ്ങിന് അടിയിലായിട്ട് ഈ ഒരു പോർഷനിൽ ആ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് സ്കോഷ്യ എന്ന് പറയുന്നത്. ഈ സ്കോഷ്യ നമ്മൾ കൊടുത്തപ്പോൾ തന്നെ സ്റ്റെപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെയറിൻ്റെ അപ്പിയറൻസ് കൂടി, അതായത് നല്ലൊരു ഭംഗി കൂടി. സോ ആ സ്കോഷ്യ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അഡീഷണൽ ഫിനിഷ് ഓർ
മൗൾഡിങ് ടു നോസിങ് ടു ഇംപ്രൂവ് ദ എലിവേഷൻ ആൻഡ് പ്രൊവൈഡ് സ്ട്രെങ്ത് ടു ദ നോസിങ്. ആ ഒരു സ്റ്റെയറിൻ്റെ ഫുള്ളായിട്ടുള്ള ആ ഒരു എലിവേഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ആ നോസിങ്ങിന് ഒരു സ്ട്രെങ്തും പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്കോഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് വാക്കിംഗ് ലൈൻ. വാക്കിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. വാക്കിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ലൈൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഓൺ ദ സ്റ്റെയർ. അതായത് ഇപ്പോൾ ഇതൊരു സ്റ്റെയർ ആണ്. ഓക്കെ, ഇതൊരു സ്റ്റെയർ ആണ്. ഇവിടെ ഒരാളടുത്ത് നടന്നു പോകാൻ പറഞ്ഞാൽ അയാൾ ഇങ്ങനെ പോയെന്ന് സങ്കല്പിക്കുക. വേറൊരാൾ ഈ ഒരു പാത്തിലൂടെ പോയി, വേറൊരാൾ ഈ ഒരു പാത്തിലൂടെ പോയി. ഓക്കെ, ഇവിടെ വാക്കിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ലൈനാണ്. ഓക്കെ, അപ്രോക്സിമേറ്റ് ലൈൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഓൺ ദ സ്റ്റെയർ. ഓക്കെ, ഈ ഒരു ലൈനിനെയാണ് വാക്കിംഗ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, വാക്കിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ആൾ അല്ലെങ്കിൽ മെൻ ഇതുവഴി ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു ലൈനിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, വാക്കിംഗ് ലൈൻ എന്ന് പറയുന്നത്. ഇനി ഈ വാക്കിംഗ് ലൈൻ എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ഓഫ് ദ വാക്കിംഗ് ലൈനാണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് ദ വാക്കിംഗ് ലൈൻ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഹാൻഡ് റെയിൽ ഈസ് എബൌട്ട് 45 സെൻറ്റിമീറ്റർ. അതായത് ഇതാണ് ഹാൻഡ് റെയിൽ. ഓക്കെ, ഈ ഹാൻഡ് റെയിലിൻ്റെ സെൻറ്ററിൽ നിന്ന് വാക്കിംഗ് ലൈനിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 45 സെൻറ്റിമീറ്റർ. ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഹാൻഡ് റെയിലിൻ്റെ സെൻറ്റർ മുതൽ ഈ വാക്കിംഗ് ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അവിടെ 45 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ വാക്കിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ലൈൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഓൺ ദ സ്റ്റെയർ. ഓക്കെ, ഒരു സ്റ്റെയറിൽ കൂടെ പീപ്പിൾസ് നടന്നു പോകുമ്പോൾ അപ്രോക്സിമേറ്റ് ഈ ഒരു ലൈനിനെയാണ് എന്തോന്ന് പറയുന്നത്, വാക്കിംഗ് ലൈൻ എന്ന് പറയുന്നത്. ഇനി വാക്കിംഗ് ലൈൻ നമ്മൾ എടുക്കുന്നത് ഹാൻഡ് റെയിലിൻ്റെ സെൻറ്ററിൽ നിന്ന് 45 സെൻറ്റിമീറ്റർ മാറിയായിരിക്കും നമ്മൾ വാക്കിംഗ് ലൈൻ പൊതുവെ എടുക്കുന്നത്. ഓക്കെ, വാക്കിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ലൈനും ഹാൻഡ് റെയിലിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 45 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദെൻ അടുത്ത ടൈമാണ് വേസ്റ്റ്. ഓക്കെ, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ദ തിക്നെസ് ഓഫ് ദ സ്ട്രക്ചറൽ സ്ലാബ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു സ്റ്റെപ്പാണല്ലേ. ഈ സ്റ്റെപ്പിൽ ഇവിടെ ഒരു ഇൻക്ലൈൻഡ് സ്ലാബ് ഉണ്ടായിരിക്കും. ഈ സ്ലാബിന് നമ്മൾ എന്തോന്ന് പറഞ്ഞു? സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ്ങർ എന്ന് പറഞ്ഞു. ഇനി ആ ഒരു സ്ലാബിന് ആ ഒരു ഇൻക്ലൈൻഡ് മെമ്പറിനെയാണ് നമ്മൾ സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ്ങർ എന്ന് പറഞ്ഞത്. ആ സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ്ങറിൻ്റെ തിക്നെസ് ഉണ്ടല്ലോ, ഈ ഒരു തിക്നെസ്. ഓക്കെ, ഈ ഒരു തിക്നെസ്സിനാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, തിക്നെസ് ഓഫ് ദ സ്ട്രക്ചറൽ സ്ലാബ് ഇൻ കേസ് ഓഫ് RCC സ്റ്റെയർ. RCC സ്റ്റെയർ കൊടുക്കുന്നെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ആ ഒരു ഇൻക്ലൈൻഡ് സ്ലാബ് കൊടുക്കത്തുള്ളൂ. സോ അതുകൊണ്ടാണ് അവിടെ ഇൻ കേസ് ഓഫ് RCC സ്റ്റെയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. RCC സ്റ്റെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്ലാബിൻ്റെ തിക്നെസ്സിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? വേസ്റ്റ് എന്ന് പറയുന്നത്. ആ സ്ലാബിനെ നമ്മൾ എന്തോന്ന് പറയുന്നു? സ്ട്രിങ്ങർ അല്ലെങ്കിൽ സ്ട്രിങ്ങർ എന്ന് പറയുന്നു. അതൊരു തിക്നെസ്സിനെയാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റെയറിൻ്റെ ടെക്നിക്കൽ ടേംസ് വരുന്നത്. ഓക്കെ.